മുഹമ്മദ് ഷഹീർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഹീർ, കരുൺ നായരെ നമ്മൾ എങ്ങനെ വർണ്ണിച്ചാലാണ്? കാരണം അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഇന്നിങ്സ് മാത്രമല്ല, സമീപകാലത്ത് ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച പ്ലെയർ, മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള, മികച്ച ആവറേജ് ഉള്ള, മികച്ച കണക്ഷനുള്ള, ടെക്നിക്കലി വളരെ പെർഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ. എന്തുകൊണ്ടാണ് കരുൺ ഇങ്ങനെ നമ്മളെ ഇന്ത്യയുടെ ദേശീയ ടീം കുപ്പായത്തിൽ കാണാത്തതെന്നുള്ള വലിയ സങ്കടമാണ് ആരാധകർക്ക്. നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ 2022 കരുൺ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, ഡിയർ ക്രിക്കറ്റ് ഗീവ് മീ വൺ മോർ ചാൻസ്. അതാണ് ക്രിക്കറ്റിൽ പൊതുവെ പറയുന്നൊരു തത്വം. അതാണ് ചാൻസ്. അധികം അവസരങ്ങളൊന്നും അങ്ങനെ അധികം കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടുന്ന അവസരം അങ്ങ് മുതലെടുക്കുക എന്നാണ്. അതാണ് ഇന്നലെ കരുൺ നായർ ചെയ്തത്. ഏറ്റവും അവസാനമായി സമാപിച്ച രഞ്ജി ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റിലെ കരുൺ നായരുടെ പെർഫോമൻസ് വെച്ച് ഇത്തവണ എന്തായാലും ആദ്യ 11-ൽ ഇടപിടിക്കേണ്ട ഒരു താരമായിരുന്നു കരുൺ നായർ ടീമിൽ. പക്ഷേ ആദ്യത്തെ 4 മത്സരങ്ങളിൽ, ആദ്യത്തെ 4-5 മത്സരങ്ങൾ ടീമിൽ ഇടം പിടിക്കാൻ കഴിയാത്തൊരു താരമാണ്. അവസാനമായി ഡൽഹിക്ക് വേണ്ടി ഫാഫ് ടു പ്ലസിയുടെ അഭാവത്തിൽ വന്നിട്ട് ആദ്യത്തെ ബോൾ തന്നെ ഡൽഹി ഇന്നലെ ആദ്യത്തെ ബോൾ എനിക്ക് തോന്നുന്നു യുവതാരം, ഓസ്ട്രേലിയൻ യുവതാരം മക്കർക്ക് ആദ്യത്തെ പന്തിൽ തന്നെ ഔട്ടാകുന്നു. രണ്ടാമതായിട്ട് ഡൽഹി വൺ ഡൗൺ ആയി അയക്കുന്നത് കരുൺ നായരാണ്. എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു. ട്രെന്റ് ബോൾട്ടിനെയും സാക്ഷാൽ ജസ്പ്രീത് ബുംറയെയും സിക്സറിനും അനായാസം സിക്സറും ബൗണ്ടറിയും ഒക്കെ പറത്താൻ മാത്രം, അത് അയാളുടെ ഒരു പവർ ഹിറ്റിംഗ് കപ്പാസിറ്റി എന്നതുകൊണ്ടല്ല, അയാളുടെ തീർച്ചയായും സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഷഹീർ പറഞ്ഞതാണ്, എന്തൊരു ഇന്നിങ്സ്, എന്തൊരു മനോഹരമായ ഇന്നിങ്സാണ് ഇന്നലെ കരുൺ നായർ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. അധികം വൈകാതെ നമുക്ക് ആ കുപ്പായത്തിൽ, നീലക്കുപ്പായത്തിൽ കരുൺ നായരെ കാണാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.